പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന അവസരങ്ങളിൽ ചോറിനൊപ്പം കഴിക്കുന്ന എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ കറി കാണാം. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. സാമ്പാർ പരിപ്പ് ആവശ്യാനുസരണം എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നികക്ക വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. നന്നായി തിളച്ച് കിട്ടിയാൽ തീ ഓഫ് ചെയ്ത് പാത്രം അടച്ച് തന്നെ വെച്ചേക്കാം. ഒരു 10 മിനിറ്റോളം അത് അങ്ങനെ തന്നെ വെച്ചേക്കാം. ശേഷം അടപ്പ് തുറന്ന് നോക്കിയാൽ പരിപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. വെന്ത് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഞെക്കിയാൽ ഒന്ന് ഉടയുന്ന പരുവം മാത്രം മതിയാകും. ശേഷിക്കുന്ന വെള്ളം ഊറ്റിക്കളയാം. ഇനി എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച്, ജീരകം പൊട്ടിച്ച്, വറ്റൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ശേഷം അതിനകത്തേക്കിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയും ചേർത്തിളക്കി തേങ്ങയിലേക്ക് ജീരകം, വെള്ളുള്ളി എന്നിവ ഒന്ന് ചതച്ച് അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറു തീയിലിട്ട് ഇളക്കി ഇതിൽ ജലാംശം പൂർണ്ണമായും മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി വരട്ടിയെടുക്കാം. ഇപ്പോ ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകാത്ത പരിപ്പ് കറി ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.